നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. മഴയും മാനവും മഴവിലും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. അനുഭവങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ കൂട്ടുകാരുടെ ലോകത്തേക്കൊരു യാത്ര. അവിടെ നമ്മുടെ കൂട്ടുകാർ നമ്മെ കാത്തിരിക്കുകയാണ്. കാട്ടിലെ കൂട്ടുകാർ. Interpersonal skills, communication skills, and other qualities that enable me to be successful in the workplace. Interpersonal skills, communication skills. ഹലോ ഹലോ, ഗിറ്റാറിസ്റ്റ് പപ്പീസ് അല്ലേ? ഗാനമേളക്കൊക്കെ ഗിറ്റാർ വായിക്കണ പപ്പീസ്. അതെ അതെ അതെ. എങ്ങനെ മനസ്സിലായി? എവിടെ ഗാനമേള ഉണ്ടെങ്കിലും ഗംഭീർ അവിടെ ഉണ്ടാകും. പഠിക്കാൻ വേണ്ടിയാ ഈ വീട് വാടകയ്ക്കെടുത്തത്. എന്നിട്ടിപ്പോ എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഗാനമേള കാണാൻ നടക്കുക. വീട്ടുകാരിതൊന്നും അറിയുന്നില്ലല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? ഗാനമേള കാണുന്നത് നല്ലതല്ലേ? മനസ്സിന് സുഖം കിട്ടും, പുതിയ പാട്ടുകൾ കേൾക്കാനും കഴിയും. പപ്പീസെ, എനിക്ക് പാട്ടെന്ന് വെച്ച ജീവനാ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഗാനമേളകൾ കാണാൻ പോവും. അതെന്റെ ഹോബിയാ. ഗംഭീരേ അസലായിട്ട് പാട്ട് പാടും. നിങ്ങളുടെ ട്രൂപ്പില് ചാൻസ് ഉണ്ടെങ്കിലേ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഓഹോ, എങ്കിൽ 4 വരി പാട്ടൊന്ന് പാടും. അയ്യോ, ഞാനത്ര നന്നായിട്ട് പാടുന്നില്ല. ഈ സൂത്രം ചുമ്മാ പറയണതാ. കോളേജില് ചില മത്സരങ്ങൾക്കൊക്കെ പാടാറുണ്ടെന്ന് മാത്രം. എങ്കിലും 2 വരി പാടൂ, കേൾക്കട്ടെ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതന്നരിയ മണൽ തരികളെ പറയുക പറയുക നിണമെഴുതിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ. സൂപ്പർ സൂപ്പർ. സംഗതികളുടെ ചിലത് കുറച്ചും കൂടി വ്യക്തമാകാനുണ്ട്. എന്നാലും നല്ല ശബ്ദം. പാടിയത് നന്നായി. താങ്ക് യു പപ്പീസ്. അല്ല, പപ്പീസ് ഈ വഴി എങ്ങോട്ടാ? ഞാനേ കോവറേട്ടന്റെ വീട്ടിലേക്ക് കുറച്ച് പണം കടം വാങ്ങണം. അയ്യോ, കോവറേട്ടന്റെ കയ്യിൽ നിന്ന് പണം കിട്ടാന്ന് പറഞ്ഞാലേ ലോകത്തില് 8ാമത് അത്ഭുതമാണ് കേട്ടാ. അതെന്താ അങ്ങനെ പറയുന്നത്? കോവറേട്ടൻ ആർക്കും ഒന്നും കൊടുക്കില്ല. വെറുതെ ഓരോ നാശിക്കാൻ നിക്കണ്ട. എന്നാലേ നോക്കിക്കോ, ഞാൻ എന്തായാലും കോവറേട്ടന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങും. കാണാലോ. ചെല്ല് നമുക്ക് നോക്കാലോ. എന്നാ ശരി, ഞാൻ പോയി വരാം കേട്ടാ. അങ്ങോട്ട് ചെല്ലേ, കോവറേട്ടൻ ഇപ്പൊ എടുത്തു തരും. കോവറേട്ടാ, കോവറേട്ടാ, കോവറേട്ടോ. ഉച്ചക്ക് കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. കോവറേട്ടാ. ആരാ മനസ്സിലായില്ല?
എന്നെ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ മലയാളമല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലെന്ന്? കഴിഞ്ഞ മാസത്തില് ഒരു കല്യാണത്തിന് ചേട്ടൻ പാട്ട് പാടിയപ്പോ ഞാനാണ് ഗിറ്റാർ വായിച്ചത്. ഓ, അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? അന്ന് ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറി. എന്തെങ്കിലും ആവശ്യം വന്നാൽ ചേട്ടന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ആഹാ, എന്താ തന്റെ പേര്? പപ്പീസ്, ഗിറ്റാറിസ്റ്റ് ആണ്. പപ്പീസിന് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ മകന് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ കുറച്ച് പണം വേണമായിരുന്നു. ഓ, അത്രയുള്ളോ കാര്യം? അതെ 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 അതെ, കോറേട്ടനെ പോലുള്ളവർക്ക് ഇത് നിസാര കാര്യമാ. അത് പിന്നെ നിസാരാകാതിരിക്കോ? പപ്പീസിന്റെ മോന്റെ പഠനം എനിക്ക് നിസാരല്ലേ? ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അയ്യോ, അങ്ങനെ പറയരുത്. കോറേട്ടൻ എന്നെ പണം തന്ന് സഹായിക്കണം, എങ്കിലേ എന്റെ മോന്റെ പഠനം നടക്കൂ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്നതേ കാട്ടിലുള്ള കണ്ട കൃമികീടങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനല്ല, എനിക്കും എന്റെ മക്കൾക്കും സുഭിക്ഷമായി ജീവിക്കാനാ. അയ്യോ കോറേട്ടാ, എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഈ അഹങ്കാരിക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. എന്താ പോകുന്നില്ലേ? അതോ എന്റെ വീടിന്റെ മുമ്പിൽ നിൽപ്പൻ സമരം തുടങ്ങാനാ പരിപാടി? അയ്യോ അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പോട്ടെ കോവറേട്ടാ. അടുത്ത മാസം 26-ന് കോവറേട്ടന് ഒഴിവുണ്ടോ? ഒഴിവുണ്ടെങ്കിൽ എന്താ? അല്ല, അന്ന് കടമലയാർക്കാവിൽ ഒരു ഗാനമേളയുണ്ട്, അതിന് പാടാൻ കഴിയുമോന്നറിയാനാ. ആര്? ഞാനാ? എന്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു മൈക്കിലൂടെ പാടുക എന്നത്. അന്ന് ആ കല്യാണപ്പോരയിൽ പാടിയപ്പോ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. പക്ഷെ അവിടെ അന്ന് ഫുഡ് മുഴുവൻ ബാക്കി വന്നുത്രേ. ഫുഡ് ബാക്കി വരെ? അതെന്താ കാര്യം? ഞാൻ പാടിയത് സഹിക്കാൻ പറ്റാതെ കുറെ പേര് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി. ചിലര് വിളിച്ചു വരുത്തി തങ്ങളെ അപമാനിച്ചുവെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന നേരത്ത് വഴക്കുമുണ്ടാക്കി. അയ്യോ, കോവറേട്ടന്റെ പാട്ടോ? എന്നിട്ട് എന്നെ പോലെ ഒരു ഫേമസ് ഗിറ്റാറിസ്റ്റ് വീണ്ടും ചേട്ടനെ പാടാൻ വിളിക്കോ? എന്നിട്ടെന്താ ആളുകളൊക്കെ ഇറങ്ങിപ്പോയത്? അസൂയ, അല്ലാതെ പിന്നെന്താ? ചേട്ടൻ അന്ന് പാടിയ പാട്ട് ഒന്ന് പാടിക്ക് കേക്കട്ടെ. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അബദ്ധമായല്ലോ. മണ്ണിനും വിണ്ണിനും അവതാരമേ, വേദനയെ പോലും വേദാതിയാക്കുന്ന മാസ്മര ആനന്ദ ചൈതന്യമേ, സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ ഇതൊക്കെ കേട്ട് ആളുകൾ ഇറങ്ങിപ്പോയില്ലെങ്കിലേ ഉള്ളൂ. കല്യാണപ്പൊരയായത് ഭാഗ്യം, അല്ലെങ്കിലേ ചീമുട്ടയും തക്കാളിയും കൊണ്ട് ഈ മരക്കഴുത ഓടേണ്ടി വന്നേ. എന്താ നിന്ന് പെരുപെരുക്കുന്നത്? എങ്ങനെയുണ്ട് എന്റെ പാട്ട്? ഒന്നും പറയണ്ട. അത്രയ്ക്ക് ബോറാണോ? ബോറോ? ഈ പാട്ട് ബോറാണെന്ന് പറയുന്നവന്റെ തലയ്ക്ക് സുഖമില്ലെന്ന് വേണം പറയാൻ. എന്നാ സംഗതികളുടെയൊക്കെ ഒരു ഒഴുക്ക്, സ്വരങ്ങളുടെ ഗതിവിഗതികളുടെ സഞ്ചാരം അപാരം. ഇങ്ങനെ പാടുന്നവർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാന്നേ. കുറവാണെന്നല്ല, ഇല്ലാന്ന് തന്നെ വേണം പറയാൻ. സത്യാണോ പപ്പീസി പറയുന്നത്? പിന്നല്ലാതെ, കടമലയാർക്കാവിലെ ഉത്സവത്തിന് ചേട്ടൻ തകർക്കും. അന്നത്തെ സ്റ്റേജ് ഓപ്പണിംഗ് ചേട്ടന്റെ പാട്ടായിരിക്കും. ചേട്ടന് വേറെ പാട്ടൊക്കെ അറിയാവോ? അറിയാമോന്ന്? ഞാൻ പാടാം. പാട്. പുറകിൽ കിടക്കുന്ന പശു ഓടി പോകുമ്പോ നവരാത്രി രാജധാന വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുത സാഗരത്തിൽ നീരാടി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി സൂപ്പർ സൂപ്പർ സൂപ്പർ, ഗംഭീരം ഗംഭീരം, മതി മതി. ഇതിന്റെ ചരണം ഞാൻ കലക്കും. താളത്തിൽ ചന്ദ്രാഭരണത്തിൽ എല്ലാ പശുക്കളും ഓടിപ്പോകുമല്ലോ. വടിവേലു തിരുമുമ്പിൽ കണ്ട് കാണിക്ക വെച്ച വയലിൽ ചൗടയ്യ ജാതിതടി. ഇത് കേൾക്കുന്നവന്റെ ചെവി കലക്കുമെന്നാകും ഈ മരക്കഴുത ഉദ്ദേശിച്ചത്. ചേട്ടാ പറഞ്ഞത് കറക്റ്റാ, ചേട്ടാ കലക്കി. താങ്ക്സ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എന്റെ പാട്ടിനെ പറ്റി നല്ല അഭിപ്രായം. അതാണ്, ജ്ഞാനമുള്ളവർക്ക് ഇത്തരം ഗായകരെ മനസ്സിലാവൂ. അപ്പോഴേ കടമലയാർ ഉത്സവത്തിന്റെ റിഹേഴ്സൽ അറിയിക്കാം. മോന്റെ എഞ്ചിനീയറിംഗിന്റെ കാര്യം ഒരു തീരുമാനമായിട്ട് വേണം റിഹേഴ്സൽ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. മോന്റെ എഞ്ചിനീയറിംഗിന്റെ പണത്തിനെ കുറിച്ച് ടെൻഷൻ വേണ്ടെന്നേ. എത്ര വേണമെങ്കിലും ഞാൻ തരാം. അതൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു തരാൻ കഴിയില്ല. ഞാൻ ലോങ് ടൈം ലോണാണ് ഉദ്ദേശിക്കുന്നത്. പപ്പീസ് അവിടെ നിൽക്കുന്നേ.
ഈ കഴുത എന്തും ഒരു കഴുതയാ, അല്ലാതെ എന്ത് പറയാനാ. ഇത് പിടിക്കൂ. ഇത് 5 ലക്ഷം രൂപയുണ്ട്. ഇനിയും വേണേ തരാം. ഇതൊന്നും തിരിച്ചു തരണ്ട. വലിയ ഉപകാരം കോവറേട്ടാ. ഈ ഉപകാരം ഞാൻ മറന്നാലും മരിക്കില്ല കേട്ടോ. അതൊന്നും സാരമില്ലെന്നേ. നമുക്ക് കടമറയാർ ഉത്സവത്തിന്റെ ഗാനമേള ഇങ്ങോട്ട് തകർക്കണം. എന്നാ റിഹേഴ്സൽ വെക്കാൻ ഏത് ഉദ്ദേശിക്കുന്നത്? റിഹേഴ്സല്? കടമറയാർ ഉത്സവത്തിന്റെ കടമലയാർ ഉത്സവത്തിന്റെ കടമലയാർ ഉത്സവത്തിന്റെ കടമലയാർ റിഹേഴ്സല്, ഉത്സവത്തിന്റെ റിഹേഴ്സൽ വെക്കാം. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. കടമലയാർ ഉത്സവം. ഒരു 2 ദിവസം മുമ്പേ പിന്നെ വിളിച്ചു പറയണം അതൊക്കെ കേട്ടോ. ഞാനേറ്റു. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ശരി ശരി. ബൈ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവളെ. കാട്ടിന്റെ പാഴ്മുളം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവളെ. ഈ ബുക്കൊക്കെ വായിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട് പുതിയ വാടക വീട്ടിലെ പഠനം? ഗംഭീറിനും സൂത്രനും റാങ്ക് ഉണ്ടാവോ? ഓ, ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് സൂപ്പർ പഠിത്തായിരുന്നു. അതെയോ? ഇപ്പൊ പഠിക്കാൻ പോയിട്ട് മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റണില്ല. അതെന്ത് പറ്റി? കൊതുകിന്റെ ശല്യാണോ? കൊതുക് പോയിട്ട് ആ ഭാഗത്തിപ്പോ ഒരു ഈച്ച പോലും അബദ്ധത്തിൽ പോലും വരില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ പറ്റിയെന്ന് പറ. ഓ, ആ കോവർ കഴുതിയുടെ പാട്ട് തന്നെ കാര്യം. കോവർ കഴുതയുടെ പാട്ടോ? അതിനയാൾക്ക് പാടാൻ അറിയില്ലല്ലോ. അതാ പ്രശ്നം. പാടാൻ അറിയുന്നോ പാടിയാൽ അത് ശല്യമായില്ലല്ലോ. ഓ, ഇത് ഭയങ്കര പീഡനമാണ് മോട്ടു. സഹിക്കാൻ കഴിയില്ല. എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നതാവോ? നിങ്ങൾ പരാതിപ്പെട്ടില്ലേ? അയാളുടെ വീട്ടിലല്ലേ ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുന്നത്. ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അയാള്. ശ്ശോ, എന്നാലും ഈ കോവർ കഴുത ഇത്ര പൊട്ടനായി അല്ല, പോയല്ലോ. നിങ്ങളെല്ലാരും എവിടെ പോയി വരിക? ഞങ്ങളെ ലൈബ്രറി പോയിട്ട് വരിക. ഞാൻ നിങ്ങളെ കാണാനിരിക്കായിരുന്നു കേട്ടോ. എന്റെ മോനെ നിങ്ങളുടെ കോളേജിലാണ് ഞാൻ ചേർത്തിയിരിക്കുന്നത്. അതെയോ? ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ ഡൊണേഷൻ കൊടുക്കാൻ ലോൺ എടുത്തിരിക്ക. അതൊക്കെ സ്പോർട്സ് എയ്ഡ് ബൈ കോവർ കഴുത. ആർക്കീസ് കഴുത പപ്പീസിന് പണം കടന്നെന്നാ ഞാൻ വിശ്വസിക്കില്ല. പണം കടം തരേ, തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപയാ തന്നത്. ഇനിയിപ്പോ ആ മണ്ടം കഴുതിയെ കാണാതെ മുങ്ങി നടക്കണം. പണം തിരിച്ചു കൊടുക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ മുങ്ങി നടക്കുന്നേ? കടമലയാർ ഉത്സവത്തിന്റെ ഗാനമേളയ്ക്ക് പാട്ട് പാടാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് ആ മരക്കഴുതി അങ്ങ് പോക്കി. അങ്ങനെയാ കാശ് കിട്ടിയത്. ഇനിയിപ്പോ അതിന്റെ റിഹേഴ്സല്, സ്റ്റേജ് എന്നൊക്കെ ചോദിച്ച് എന്നെ അന്വേഷിക്കുന്നുണ്ടാകുമെന്നേ. അപ്പൊ അതാണ് കാര്യം. ഉത്സവത്തിന്റെ പ്രാക്ടീസ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ? എവിടെ നടക്കണ്? ദേ, ഇവര് പഠിക്കാൻ വേണ്ടിയാ കോവറേട്ടന്റെ വീട് വാടകയ്ക്ക് എടുത്തത്. ഇപ്പോ കോവറേട്ടന്റെ സാധകം കാരണം പഠിക്കാൻ പോയിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്റെ പപ്പീസേ. ചിരിച്ചോ ചിരിച്ചോ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിന്ന് ചിരിക്കണ കണ്ടില്ലേ? ആ കഴുതരാഗം 10 മിനിറ്റ് കേട്ടപ്പോഴേക്കും എനിക്ക് 2 ദിവസം എടുത്തു തലവേദന മാറാൻ. അപ്പൊ പിന്നെ അയലൊക്കക്കാരുടെ കാര്യം പറയടാ. എന്നാലും ഇതൊരുമാതിരി കൊലച്ചതിയായിപ്പോയി. അതെ അതെ. ഇനിയിപ്പൊ പാട്ട് നിർത്താൻ എന്താ ഒരു വഴി? ദേ പപ്പീസേ, ഒന്ന് പറഞ്ഞേ ആ ചേട്ടന്റെ പാട്ട് കൊള്ളില്ലെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞ ശരിയാവില്ല. അയാൾക്ക് പണം തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? പിന്നെന്താ ഒരു വഴി? ദേ, പപ്പീസിന്റെ മോൻ ഞങ്ങളുടെ കോളേജിലാ പഠിക്കണെന്നുള്ള ഓർമ്മ വേണം കേട്ടാ. ഞങ്ങളുടെ മനസമാധാനം പോയിട്ട് അതിന് കാരണക്കാരായവരുടെ മോനെ കണ്ടാൽ അവന്റെ മനസമാധാനം കളയാനായിട്ട് ഒരു വഴി പറഞ്ഞു തന്നാലും മതി. ദേ, എന്റെ മോനെ ഒന്നും ചെയ്യരുത് കേട്ടോ, പ്ലീസ്. എങ്കിലേ കഴുതരാഗം നിർത്താനുള്ള വഴി പറഞ്ഞതാ. ശ്ശെടാ, ഇത് പെട്ടുപോയല്ലോ. ഒരു വഴിയുണ്ട്. നിയമത്തിന്റെ വഴി. നിങ്ങൾ വാ, ഒക്കെ ശരിയാക്കി തരാം. വാ. പ്രിയതമനാകും പ്രഭാതത്തെ തേടുന്ന വിരഹിണി കാശ് വരെ കയറ് പൊട്ടിച്ച് ഓടിക്കണ്ട. സഹിക്കാൻ പറ്റുന്നില്ലേ? പ്രഭാതത്തെ തേടുന്ന വിരഹിണി സന്ധ്യയെ പോലെ കൊതിക്കുന്നു ഞാനെന്നോ, കൊതിക്കുന്നു ഞാനെന്നോ നിന്നുള്ളിൽ അലിയുവാൻ അരികിലുണ്ടെന്നാലും നീ. താങ്കളാണോ കോവർ കഴുത? അത് സാറേ, ശബ്ദ മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥനാ. താങ്കൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കെതിരെ ഒരു പരാതിയോ?
എന്തിനാണ്? ആരാണ് സാർ പരാതി അതൊരു തന്നത്? മാസ് പെറ്റീഷനാ. എന്ന് വെച്ചാലേ ഒരുപാട് പേർ ഒരുമിച്ചാ പരാതി തന്നത്. താൻ 24 മണിക്കൂറും ഇവിടെ കിടന്ന് അട്ടഹസിച്ച് ബഹളമുണ്ടാക്കി കാട്ടിലുള്ളവരുടെ സമാധാനവും ഉറക്കവും കളയുന്നുവെന്ന്. അയ്യോ, ഞാനോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാർ. പിന്നെ ഞാൻ ഗാനമേളയ്ക്ക് ഒരു പാട്ട് പാടാനായിട്ട്. താൻ പാട്ട് പാടുമെന്നോ? അതും ഗാനമേളയ്ക്ക്? അത് പിന്നെ സാർ, സാറ് ഞാൻ ലംബോസിംഹമല്ലേ? ഞങ്ങള് പത്രത്തിലും ടിവിയിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. സാറ് മലിനീകരണ ബോർഡ് ചെയർമാൻ ആയ പിന്നെയാ കാട്ടിലെ പരിസരവും റോഡൊക്കെ ക്ലീൻ ആയത്. അല്ല, സാറെന്താ ഇവിടെ? ഈ കോവറിനെതിരെ ഒരു കംപ്ലൈന്റ്. ഇയാൾ ശബ്ദമലിനീകരണം നടത്തുന്നുവെന്ന്. അയലൊക്കെക്കാരായ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവര് എന്റെ വാടക വീട്ടില് താമസക്കാരാണ് സാർ. അപ്പോ വാടക വീടിന്റെ ഉടമസ്ഥനെതിരെ അഭിപ്രായം പറയാൻ പാടില്ലേ? അങ്ങനെയല്ല സാർ, ഞാൻ എന്റെ വീട്ടിലിരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യും. തൊട്ടടുത്ത വീടായത് കൊണ്ട് ഇവരിടയ്ക്കിടെ വന്ന് കംപ്ലൈന്റ് പറയും. എന്റെ വാടകക്കാരായത് കൊണ്ട് ഞാനത് മൈൻഡ് എന്നാലേ ചെയ്യാറില്ല. നമുക്ക് പോകാം എവിടെ? ജയിലിലേക്ക്. ഇനി തന്റെ പാട്ട് പ്രാക്ടീസ് അവിടെയാകാം. അവിടെയാകുമ്പോ ബാക്കിയുള്ള തടവുകാർക്ക് അതൊരു ശിക്ഷയായിക്കൊള്ളും. അയ്യോ, പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാറേ. തടവുകാരെല്ലാവരും കൂടി ഈ കോവറേട്ടന്റെ നാക്ക് വലിച്ച് പുറത്തെടുത്ത് വല്ല ബാങ്ക് ലോക്കറിലിട്ട് പൂട്ടി വെക്കും. സാർ, ഞാനിനി പാടില്ല സാർ. എന്നെ വെറുതെ വിടണം. ഞാൻ ആ പപ്പീസ് ഗാനമേളയ്ക്ക് പാടാൻ പറഞ്ഞത് കൊണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്തതാ. എന്റെ കോവറേട്ടാ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ ആ പപ്പീസ് കണ്ടെത്തിയ ഒരു ട്രിക്കാണത്. അയ്യോ, കോവറെ, വായിലിരിക്കുന്ന അപ്പം കാക്കിയിൽ നിന്നും കിട്ടാൻ കുറുക്കം പറഞ്ഞു. കാക്കേ, നിന്റെ പാട്ട് എന്തു നല്ലതാണ്, ഒന്ന് പാടൂ എന്ന്. സംഭവിച്ചതെന്താ? കൊക്കിലിരുന്ന അപ്പം കുറുക്കന്റെ വായി. നമ്മളോട് നല്ല അഭിപ്രായം പറയുന്നവനെ നമ്മൾ സൂക്ഷിക്കണം. മുഖസ്തുതി നമ്മുടെ യഥാർത്ഥ സമ്പത്ത് നഷ്ടപ്പെടുത്താൻ ഇടവരുത്തുന്നുണ്ട്. മനസ്സിലായോ? നമ്മളെ വിമർശിക്കുന്നവനെ സ്നേഹിക്കണം. കാരണം നമ്മൾ നന്നാകുന്നതിന് ആ വിമർശനം കാരണമാകും. വിവേകം ദൈവത്തിന്റെ വരദാനമാ. അതുണ്ടെങ്കിൽ എല്ലാം ശരിയാവണ്ണം നടക്കും. അപ്പോ ഇനി ഇത്തരം കംപ്ലൈന്റ് ഉണ്ടാകരുത്. ഇല്ല സാർ. ഓക്കെ, ശരി സാർ. അപ്പൊ കാണാം സാർ. അപ്പൊ ഞാനിനി പാടാൻ പാടില്ലേ? ചേട്ടൻ പാടിക്കോ, ചേട്ടന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ. പാടാത്ത ഞങ്ങള് കുറുക്കന്മാര് പോകുന്നതാ. വേണ്ട, അല്ലെങ്കിലേ ഗംഭീർ നന്നായി പാടുന്നതല്ലേ. ഗംഭീർ പാടും. ഇത്രയേറെ നന്മ എനിക്കേകാ, അത്ര എന്നെ സ്നേഹിക്കുന്നു ദൈവം. സുവിശേഷത്തിന്റെ താളുകളിലൂടെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ടിങ്കു വചനത്തിന്റെ വാതായനം തുറക്കാൻ സമയമായി. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, ഇന്ന് എന്തോ ഒരു കാര്യം നീ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നല്ലോ. അങ്കിൾ, ആ, എനിക്ക് എന്റെ സമ്മാനം വേണം. സമ്മാനം വേണമെന്നോ? എന്തിനിപ്പം നിനക്ക് സമ്മാനം? എനിക്ക് എന്റെ ടീച്ചർക്ക് കൊടുക്കാൻ. ഓ, നിന്റെ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? എന്താ ടീച്ചർക്ക് ഇത്രമാത്രം സമ്മാനം കൊടുക്കാനുള്ള കാരണം എന്താ? അതെ, എന്റെ ടീച്ചർ സ്ഥലം അറിയോ? സ്ഥലം മാറി പോവുകയാണെന്ന്. ഓ, അത് ശരി. ഓക്കെ, ടീച്ചർ സ്ഥലം മാറി പോകുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണോ അതോ ടിങ്കു മാത്രമാണോ സമ്മാനം കൊടുക്കുന്നത്? എല്ലാരും കൂടി ചേർന്ന് കൊടുക്കണ്ട. ആ, എന്റെ പ്രത്യേക സമ്മാനം. ഓ, നീ പ്രത്യേകമായിട്ടൊരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്കിൾ വാങ്ങിത്തരാം കേട്ടോ. പക്ഷേ ഏറ്റവും നല്ല സമ്മാനം എന്തുവാ? എനിക്കറിയത്തില്ല, അങ്കിൾ പറഞ്ഞുതരോ? ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അങ്കിൾ ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. ഓക്കെ അങ്കിൾ. ഒരു സ്ഥലത്ത് ഒരു മാതാവും തൻ്റെ 3 മക്കളും ഉണ്ടായിരുന്നു. ആ അങ്കിൾ, എന്താ ഉണ്ടായത് അവിടെ? ഒരു ദിവസം ഈ മാതാവിൻ്റെ ബർത്ത്ഡേ വന്നു. അപ്പോൾ മക്കൾ 3 പേരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഓരോരോ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാം. അങ്ങനെ ബർത്ത്ഡേയുടെ ദിവസമായി. ഈ 3 മക്കളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ അവർ വാങ്ങിക്കൂട്ടി. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? മൂത്ത മകൾ പോയിട്ട് നല്ലൊരു സാരി അമ്മയ്ക്ക് വേണ്ടി വാങ്ങി. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളറ്
അമ്മ എപ്പോഴും പറയാറുള്ള സാരി തന്നെ അവൾ സ്വരൂപിച്ച പണം കൊണ്ട് വാങ്ങി ഈ അമ്മയ്ക്ക് കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു. നല്ല കാര്യം. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ മകൻ, അവൻ അമ്മയ്ക്ക് എന്ത് കൊടുക്കണം? അവൻ വിചാരിച്ചു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ വാങ്ങിയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്ത് അമ്മയ്ക്ക് ഒരു സമ്മാനം വാങ്ങി. എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അമ്മയ്ക്ക് സന്തോഷമായെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇനി എത്ര പേരുണ്ട് ആ വീട്ടിൽ? ഏറ്റവും ഇളയ മകൻ. അതെ, ഏറ്റവും ഇളയ മകൻ. അവൻ എപ്പോഴും പൈസയൊക്കെ കിട്ടിയാൽ മിഠായിയൊക്കെ മേടിച്ച് കളയും. പക്ഷെ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് അവൻ്റെ കയ്യിലൊന്നുമില്ല, ഒരു പണവുമില്ല. അവൻ ചേച്ചി കൊടുത്തത് കണ്ടു, ചേട്ടൻ കൊടുത്തത് കണ്ടു. അവൻ എപ്പോഴും വിചാരിച്ചു ഞാൻ എന്താ കൊടുക്കുക. പക്ഷെ അവൻ്റെ കയ്യിൽ സമ്മാനം വാങ്ങാനായിട്ട് ഒരു പണവുമില്ല. അവൻ എന്ത് ചെയ്തെന്നറിയോ? എന്താ നിങ്ങൾ ചെയ്തത്? അവൻ പതിയെ അമ്മയുടെ അടുക്കൽ ചെന്നു. അപ്പം ചേച്ചി നോക്കുന്നുണ്ട്, ചേട്ടൻ നോക്കുന്നുണ്ട്, ഈ അനിയൻ എന്താണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന്. എന്തായിരിക്കും ഞങ്ങൾ കൊടുത്തത്? അവൻ കൊടുത്തത് എന്താണെന്നറിയാമോ? അവൻ പതിയെ ചെന്നിട്ട് അമ്മയുടെ മടിയിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ, ചേച്ചി തന്നതുപോലെ സാരി തരാൻ എൻ്റെ കയ്യിൽ പണമില്ല, ചേട്ടൻ തന്നതുപോലെ പൂക്കൾ വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ല. എൻ്റെ ജീവിതം തന്നെ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഞാനാണ് ഇന്നത്തെ സമ്മാനമെന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് ഇഷ്ടമായോ? പിന്നീട് ഈ അമ്മ സമ്മാനത്തെക്കുറിച്ച് പറയുവാനായിട്ട് അവിടെ വന്ന ആളുകളോട് പറഞ്ഞു, ഇന്ന് എൻ്റെ മക്കളെല്ലാം എനിക്ക് സമ്മാനം തന്നു. എൻ്റെ മൂത്ത മകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി എനിക്ക് വാങ്ങിത്തന്നു. എൻ്റെ മകൻ എനിക്ക് നല്ലൊരു പൂക്കൾ വാങ്ങിത്തന്നു. പക്ഷേ ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എൻ്റെ ഇളയ മകൻ തന്നതാണ്. എല്ലാവരും ചോദിച്ചത് എന്താണെന്നറിയാമോ? ഏറ്റവും നല്ല സമ്മാനം അതൊന്ന് കാണട്ടെ. അപ്പം പറഞ്ഞു, എൻ്റെ മകൻ തന്നെയാണ്, അവനെ തന്നെ എനിക്ക് സമ്മാനമായി നൽകി. നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? അതെ, എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ്. ടീച്ചർമാർക്ക് കൊടുക്കാൻ പറ്റുന്നത്, മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതം അവർ പറയുന്നത് പോലെ അനുസരിച്ച് നല്ല മാതൃകയോടെ ജീവിക്കുന്നതാണ് അവർക്ക് നാം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലേ? അതെ, ദൈവവും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മുടെ പണത്തേക്കാളുപരി, നമ്മുടെ സമ്പത്തിനേക്കാളുപരി, മറ്റുള്ള കാര്യങ്ങളെക്കാളുപരി നമ്മുടെ ജീവിതം ഏറ്റവും നന്നായി മാതൃകയോടെ ജീവിച്ച് അവന് വേണ്ടി ശോഭിക്കുന്നതാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ ജീവിതത്തെ അതിനായിട്ട് സമർപ്പിക്കാം. ഓക്കേ. ഇഷ്ടായോ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും അനുഭവങ്ങളും? ഇഷ്ടായെങ്കിൽ പേരെഴുതുക, കത്തുകൾ എഴുതുക. വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.